നമുക്കിന്ന് ക്രീമി ആയ പ്രോട്ടീൻ റിച്ച് ആയ ഒരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കിയാലോ? വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് ഒരു മെയിൻ മീലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ആദ്യമേ തന്നെ 1 കപ്പ് സ്വീറ്റ് കോൺ എടുത്ത് അതിന്റെ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റിവെക്കാം. ഇനി പാനിലേക്ക് ആവശ്യത്തിന് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് മെൽറ്റായി തുടങ്ങുമ്പോൾ 5-6 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി നല്ലപോലെ മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വീണ്ടും വഴറ്റാം. സവാള വഴന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം കൂടെ സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇഷ്ടമുള്ള പച്ചക്കറികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കോൺ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഓൾറെഡി പകുതി വെന്തതായതുകൊണ്ട് തിളച്ച വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അതാണ് നല്ലത് കൂടുതൽ. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 1-2 മിനിറ്റ് എങ്കിലും നന്നായി ഒന്ന് തിളച്ച് ചെറുതായി ഒന്ന് കുറുകട്ടെ. ഈ സമയത്താണ് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഡാർക്കാണ് സോയാ സോസ് എങ്കിൽ 1/2 ടീസ്പൂൺ മതി. ലൈറ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി സൂപ്പിനൊരു തിക്നെസ്സും ഗ്ലേസിങ്ങും കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി കട്ടകളൊന്നുമില്ലാതെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സൂപ്പ് ഏകദേശം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പയിലൂടെ 2 ചെറിയ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ എഗ് വൈറ്റിലെ കട്ടിയുള്ള ചില പാർട്സ് ഒഴിവാക്കി നല്ല തിന്നായ സ്മൂത്തായ റിബൺ പോലുള്ള എഗ് ഡ്രോപ്സ് കിട്ടാൻ സഹായിക്കും. എഗ് വൈറ്റ് മാത്രം വേണമെങ്കിലും ചേർക്കാം, അല്ല എഗ്ഗ് ചേർക്കാതെയും ഇരിക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊരു മെയിൻ മീലായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക്, മുട്ട പ്രശ്നമല്ലെങ്കിൽ ഫുൾ എഗ്ഗ് തന്നെ ചേർത്തുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ തിളക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 3/4 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി റിയൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് സൂപ്പിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു പിഞ്ച് അജിനോമോട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ക്രീമി ആൻഡ് പ്രോട്ടീൻ റിച്ച് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഗാർണിഷിംഗ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. എനിക്കത് ഇവിടെ കിട്ടാതിരുന്നത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നിർബന്ധമായും ചേർത്ത് കൊടുക്കണേ, പ്രത്യേകിച്ച് അതിന്റെ ഗ്രീൻ പാർട്ട്. ഡിയേഴ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.